ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മുട്ടത്തോരനും അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കലക്കൊറട്ടിയാണ് ചെയ്യുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണേ. അരമുറി തേങ്ങ തിരുവിയത്, 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടത്, 1/2 ടീസ്പൂൺ പെരുംജീരകം. പെരുംജീരകമാണ്, അതാണ് മണത്തിനും ഗുണത്തിനും നല്ലത്. ഇല്ലാത്തവരാണ് ഈ പെരുംജീരക പൊടി ചേർക്കേണ്ടത്. എന്നിട്ട് 1 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ചമ്മന്തി പരുവത്തിന് അരച്ചെടുക്കണേ. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ചില സമയങ്ങളിൽ ഒന്നും കാണൂലല്ലോ. രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ ചോറ് കെട്ടുന്ന സമയങ്ങളിൽ ചിലപ്പോൾ അപ്പത്തിൻ്റെ മാവ്, ദോശയുടെ മാവ് നമുക്ക് കാണില്ല. കാരണം നമുക്ക് അത് രണ്ടുമാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളത്. ബാക്കിയെല്ലാം ലേറ്റാവുന്ന സാധനങ്ങളല്ലേ. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ ഈ സാധനങ്ങളില്ലെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഈ മുട്ടത്തോരൻ ഇതുപോലെ അരച്ചെടുത്തിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വീത്തി കൊടുക്കണേ. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇന്ന് ഒരുപാട് പേര് റേറ്റ് കൂടുതലായതുകൊണ്ട് വെളിച്ചെണ്ണയെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഒഴിവാക്കരുത്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിവാക്കിയാൽ കിട്ടുന്ന പൈസ അത്രയും ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. വെളിച്ചെണ്ണ എത്രയും നല്ലതാണ്. മറ്റെണ്ണകളിലാണ് കൊളസ്ട്രോൾ എന്ന് എല്ലാവർക്കും കൂടി നിൽക്കുന്നതായിട്ടാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണ ആകിലും എടുക്കണം. അതിൽ വെളിച്ചെണ്ണ വീത്തിയിട്ട് കടുകും കരിവേപ്പിലയും പൊട്ടിച്ചിട്ട് നമ്മൾ അരച്ച് വെച്ച ചമ്മന്തിയെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കിണ്ടി കൊടുക്കണേ. നമ്മളൊക്കെ ആണെങ്കിലേ പണ്ട് ഞങ്ങൾ മാമാടെ വീട്ടിൽ ഞങ്ങൾ പോയി നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ മാമി ഞങ്ങൾക്ക് ഈ കലക്കൊറട്ടിയും ഈ മുട്ട ചമ്മന്തിയും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. ചില സമയങ്ങളിൽ മുട്ട ഇടാതെയും ഈ ചമ്മന്തി ഉണ്ടാക്കും. പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പോഴും നമ്മളെ നാട്ടിലൊന്നും ഈ കലക്കൊറട്ടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ ഈ മാമിയുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോഴാണ് മാമി ഞങ്ങൾക്കിത് ഉണ്ടാക്കി തരുന്നത്. അപ്പോഴും നമുക്ക് ഭയങ്കര ടേസ്റ്റാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ വീട്ടിൽ ഇരുന്ന് ആലോചിക്കും, നമ്മൾ ഇങ്ങനെയൊക്കെ പണ്ട് കഴിച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കുണ്ടാക്കി എങ്ങനെ ഇരിക്കും എന്നാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീട്ടിലുണ്ടാക്കി. കാരണം നമ്മൾ പണ്ട് നല്ല ടേസ്റ്റായ ആഹാരങ്ങൾ കഴിച്ചതേ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അപ്പോഴപ്പോഴായിട്ടെല്ലാം ഇത് പരീക്ഷിച്ച് നോക്കും. പണ്ട് കഴിച്ച ആഹാരങ്ങളെല്ലാം ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കും. ഓർമ്മ വരുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് ചിക്കി എടുത്തുക്കണേ. ചിക്കുമ്പോഴത്തേക്ക് ഇത് നമ്മളിപ്പോൾ ചിക്കിയിട്ട് നിൽക്കുമ്പോഴത്തേക്കേ വീട് ഫുള്ള് നല്ല ഒരു മണമായിരിക്കും. പക്ഷേ ടേസ്റ്റും ഭയങ്കരമാണ്. നിങ്ങളത് വെച്ച് കഴിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഇത് നല്ല തുറുതുറായിരിക്കുന്നില്ലേ. ഇനി നമ്മൾ ഇത് അടുപ്പ് ഓഫാക്കിയിട്ട് ഇനി നമ്മൾ കലക്കൊറട്ടിക്ക് എന്താണ് ആവശ്യമെന്ന് നോക്കണേ. നമ്മളെ വീട്ടിൽ ഇടിയപ്പത്തിൻ്റെ മാവ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് 1 കപ്പ് മാവെടുത്താൽ 6-7 കലക്കൊറട്ടി ഉണ്ടാക്കാൻ പറ്റും. 1 കപ്പ് മാവും എടുത്ത് ആവശ്യത്തിന് തേങ്ങ, നിങ്ങൾക്ക് എത്ര തേങ്ങ ഇടാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ കുറച്ചാണ് എടുക്കുന്നത്. കാരണം തേങ്ങയെല്ലാം ഭയങ്കര വിലയല്ലേ. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പോകാൻ പറ്റുള്ളൂ. സ്വന്തമായിട്ട് തെങ്ങുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മൾ വാങ്ങിക്കുന്നതല്ലേ. എന്നാലും തെറ്റില്ലാത്ത അളവിന് എടുക്കണം, എന്നാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ നിറയെ തേങ്ങ ഇട്ടാലേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ കലക്കണേ. ഒരുപാട് പേര് പറയും ഈ മാവിലെ വെള്ളം വീത്തി കലക്കി ചുടുമ്പോഴത്തേക്കും പുറത്ത് പച്ച മാവ് നിൽക്കും. പക്ഷേ അതേ മാവ് കട്ടിക്ക് കലക്കുന്നത് കൊണ്ടാണ്. ഇതുപോലെ കലക്കണം. കലക്കിയിട്ട് ദോശക്കല്ലിൽ എണ്ണ തേച്ചിട്ട് നമ്മളെല്ലാവരും ദോശ മാവ് ചട്ടിയിൽ കോരി വീത്തിയിട്ടല്ലേ പരത്തും. ഇതങ്ങനെയല്ല. മാവ് സ്പൂണിൽ വെച്ചേ നമ്മൾ പരത്തി ഇതുപോലെ വീത്തി എടുക്കണേ. കണ്ടോ, ഇതുപോലെ വീത്തി എടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ അടച്ചു വയ്ക്കണം. പെട്ടെന്ന് വേവും. കാരണം നല്ല നൈസായിട്ട് നമുക്കിത് ഇളക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. ഉടനെ വെന്തിടുക. 2 മിനിറ്റിലേ വേവും. നല്ല നൈസായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ കമൻറ്റിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. ഇത് നല്ല ടേസ്റ്റാണ്. വൈകിട്ട് ചായയ്ക്കും വെച്ച് കഴിക്കാവുന്ന ഒരു പലഹാരമാണ് ഇത്. കലക്കുറട്ടിയും മുട്ടത്തോരനും നല്ല ചൂട് ചായയും വച്ച് നിങ്ങളെല്ലാവരും ഈ ഭക്ഷണത്തെ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളെനിക്ക് തീർച്ചയായിട്ടും ഇതിന് കമൻറ്റിൽ പറയണേ. ബൈ ഫ്രണ്ട്സ്.